ബാലഗംഗാധര തിലകൻ്റെ പേരിനോടൊപ്പം നിങ്ങൾ യുവാക്കൾ, പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ യുവാക്കൾ എന്ന് പറയുന്ന കാലം കഴിഞ്ഞു. എനിക്ക് 53 വയസ്സ് കഴിഞ്ഞു. യേശുക്രിസ്തുവിനേക്കാളും ഒക്കെ മുതിർന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ യുവാവല്ല എന്ന് പറയാം. ബാലഗംഗാധര തിലകൻ്റെ മകൻ ശ്രീധർ തിലക് എന്നുള്ള പേര് നമ്മൾ ചരിത്രത്തിലോ പാഠപുസ്തകങ്ങളിലോ നമ്മുടെ ഗംഭീരന്മാരായ നേതാക്കന്മാരുടെ ഘോരഘോരമായ പ്രഭാഷണങ്ങളിലോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ശ്രീധർ തിലകിനെ അംബേദ്കർ വിശേഷിപ്പിച്ച് യഥാർത്ഥത്തിൽ ബാലഗംഗാധര തിലകിൻ്റെ പേരിനോടൊപ്പം നമ്മൾ പറയുന്ന ലോകമാന്യൻ എന്ന വിശേഷണം യഥാർത്ഥത്തിൽ ചാർത്തിക്കൊടുക്കുവാൻ അർഹനായിട്ടുള്ള ഒരാൾ ഈ ശ്രീധർ തിലക് ആണെന്നാണ്. ശ്രീധർ തിലക് ചരിത്രത്തിൽ അടയാളപ്പെട്ടിരിക്കുന്നത് പക്ഷേ മറ്റൊരു കാരണം കൊണ്ടാണ്. ഇന്ത്യൻ റെയിൽവേയുടെ മുമ്പിൽ തലവെച്ച് മരിച്ച ഏറ്റവും പ്രശസ്തനായ യുവാവ് ശ്രീധർ തിലകാണ്. ബാലഗംഗാധര തിലകൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്തിനു വേണ്ടിയിട്ടാണ് തീവണ്ടിയുടെ മുമ്പിൽ തലവെച്ച് മരിച്ചത് എന്ന് നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ല. അദ്ദേഹം ഒരു യുവ നേതാവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് ഓർമ്മിക്കുന്നത്. ശ്രീധർ തിലക് ഗംഗാധര തിലകിൻ്റെ രൂക്ഷം എന്ന് തന്നെ പറയാവുന്ന ബ്രാഹ്മണിക്കൽ അധീശത്വത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനായിട്ടുള്ള മകനായിരുന്നു. തൻ്റെ വീടിന് മുമ്പിൽ ബ്രാഹ്മണർക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ആളാണ്. പട്ടി കടിക്കുന്നിരുന്ന ബോർഡ് പോലെ തൻ്റെ അച്ഛൻ ഏതാണോ ചിത്പവൻ ബ്രാഹ്മണനെ പ്രതിനിധീകരിക്കുന്നത് അവരാണ് ഏറ്റവും വരിഷ്ഠരായിട്ടുള്ള വർഗം എന്ന് വിചാരിച്ചുകൊണ്ട് നടന്നൊരു കാലത്ത് അത്തരമൊരാളുടെ മകനായിരിക്കെ തന്നെ എൻ്റെ വീട്ടിൽ ബ്രാഹ്മണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മൗനാനുവാദത്തോടെ ആയിരിക്കണം അദ്ദേഹത്തിന് നേരെ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അംബേദ്കറിനോടൊപ്പം ദളിതരായവരുടെയും പാർശ്വവൽകൃതരായവരുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെട്ട ആ മനുഷ്യൻ തൻ്റെ 27ാമത്തെ വയസ്സിൽ ഈ എതിർപ്പുകളെ സഹിക്കാനാവാതെ പൂനെയിൽ നിന്ന് മുംബൈയിലേക്കുള്ള റൂട്ടിലെ ഒരു തീവണ്ടിക്ക് തലവച്ചിട്ടാണ് മരിച്ചത്. ഇത് നമ്മൾ എവിടെയും വായിക്കുന്നില്ല, പഠിക്കുന്നില്ല. ഒരു യുവ നേതാവായിരുന്നു, യുവജനങ്ങളുടെ നേതാവായിരുന്നു ശ്രീധർ തിലക് എന്നുള്ളതുകൊണ്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാനത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കിട്ടിയ ഒരു പൊരിയിൽ നിന്ന് വിടർത്തി അത് പറഞ്ഞത്. എനിക്കധികം സംസാരിക്കുവാനുള്ള സമയം അനുവദിച്ചിട്ടില്ല. 25 മിനിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ പറ്റിയല്ല, കേരളത്തെ പറ്റിയല്ല, ഈ മലപ്പുറത്തെ അല്ല, ഇതിനെപ്പറ്റി ഈ അഹല്യ ക്യാമ്പസിനെ കുറിച്ച് പോലും പറയുവാൻ തികയുകയില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കവികളുടെ മഹത്തായ ഒരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. നമ്മുടെ രാഷ്ട്രീയത എന്ന് പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് സർഗാത്മകമായി നിർഭരമായിരുന്ന ഒരു കാലം നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഏത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിലും കവികളോട് കിടപിടിക്കുന്ന ഗംഭീരമായ പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവരുടെ തലമുറയിൽപ്പെട്ട അതിഗംഭീരന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, നിയമസഭാ പ്രസംഗങ്ങളൊക്കെ പച്ചടിച്ചതെല്ലാം കിട്ടുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഏത് കവിയോടും കിടപിടിക്കുന്ന സർഗാത്മകമായ പ്രയോഗങ്ങൾ അവരുടെ എല്ലാം പ്രസംഗങ്ങളിൽ നിർഭരമാണ്. മലർപ്പൊടിക്കാരൻ്റെ മനോരാജ്യം എന്നൊക്കെ അന്ന് ആരോ പറഞ്ഞ് ഇന്ന് നമ്മൾ ആവർത്തിക്കുകയാണ്. അങ്ങനെ ഇന്ന് പുതിയ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന പ്രയോഗങ്ങളെല്ലാം ചർവണമാണ്. കേട്ട് 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 പഴകിയ 1000 തവണ ഉദ്ധരിച്ച് മടുത്ത പ്രയോഗങ്ങളല്ലാതെ സ്വതസിദ്ധമായ ഒരു സർഗാത്മകതയോടെ എന്തെങ്കിലും ഒരു പ്രയോഗം നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ ഭാവനയിൽ സർഗാത്മകതയുടെ ശോഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. നിങ്ങളുടെ പ്രഭാഷണങ്ങളിൽ, നിങ്ങളുടെ രാഷ്ട്രീയ സംഭാഷണങ്ങളിൽ അത്തരം സർഗാത്മകതയുടെ ഒരു എലമെൻ്റ്, ഒരു ഘടകം വിടർത്തിയെടുക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ സർഗാത്മകതയാണ് ലോകത്തെ ഭരിക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് വാത്മീകി എന്ന് പറയുന്ന ഒരു മഹാകവി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എഴുതിയ രാമായണം എന്ന് പറയുന്ന ഒരു കൃതിയിലെ സർഗാത്മകതയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു അധികാരം ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, സർഗാത്മകത 2 വശങ്ങളിലേക്കും സഞ്ചരിക്കുവാൻ ശക്തമായ ഒന്നാണ്. അതുകൊണ്ട് സർഗാത്മകതയാണ്, രാഷ്ട്രീയത്തിലെ സർഗാത്മകതയാണ് സഹസ്രാബ്ദങ്ങളോളം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു രാജ്യത്തെയും അതിൻ്റെ ജനതയെയും പ്രേരിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധി അതറിഞ്ഞിരുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ മഹാനായൊരു മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിത എഴുതുമ്പോൾ
നമുക്കറിയാം ഒരു കവി, ഇപ്പോൾ സുഭാഷ് ചന്ദ്രൻ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം എഴുതുകയാണെങ്കിൽ പിണറായി വിജയനെയാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്ത് നാണക്കേടായിരിക്കും, അല്ലെങ്കിൽ മോദിയെയാണ് ഞാൻ പറയുന്നതെങ്കിൽ എന്ത് നാണക്കേടായിരിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയ ഏതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും മതസംഘടനകളിലെ ഏതെങ്കിലും ഒരു നേതാവിനെ ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയാൽ അശ്ലീലമായിരിക്കും അത്. കാരണം അത്രയൊന്നും ഒരു സർഗാത്മക പ്രതിഭയെയോ ഒരു സർഗാത്മക പ്രവർത്തകനെയോ സ്വാധീനിക്കുവാനോ നേതൃപരമായിട്ട് ബഹുമാനം അർപ്പിക്കുവാനോ കഴിയുന്ന വിധത്തിലുള്ള വലിയ നേതാക്കന്മാരുടെ ഒരു അഭാവം നമ്മുടെ രാഷ്ട്രീയ വേദിയിൽ കാണപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ വള്ളത്തോൾ അത് എഴുതിയപ്പോൾ, എൻ്റെ ഗുരുനാഥൻ എന്ന പേരിൽ ഒരു കവിത എഴുതിയപ്പോൾ അതിനെ ആലംബമാക്കി, അതിൻ്റെ വിഭവമാക്കിയത് മഹാത്മാഗാന്ധിയാണ്. ഒരു പൊളിറ്റിക്കൽ ലീഡറിനെയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ മലയാളത്തിൻ്റെ ഒരു മഹാകവി എൻ്റെ ഗുരുനാഥൻ എന്ന് വിളിച്ചു. അത് ലോകത്ത് എവിടെയും നടന്നിട്ടില്ലാത്തൊരു അത്ഭുതകരമായ കാര്യമാണ്. അതിൽ അദ്ദേഹം ഒരു പട്ടിക പറയും. അതിനു മുമ്പുള്ള മഹാത്മാഗാന്ധിയിൽ സ്വാംശീകരിക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ മഹിതരായ വ്യക്തികളുടെ പ്രകാശങ്ങളെപ്പറ്റി ഒരു പട്ടിക പറയും. ക്രിസ്തുവിൻ ധർമ്മരക്ഷോപായവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ക്രിസ്തുവിൻ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും രന്തിദേവൻ്റെ ദയാവായ്പും ശ്രീഹരിശ്ചന്ദ്രനുള്ള ഭക്തിയും മുഹമ്മദിൻ സ്ഥൈര്യവും ചേർന്ന് ഒരാളിൽ ഒത്തുകാണണമെങ്കിൽ ചെല്ലുവിൻ നിങ്ങളാ ഗുരുവിൻ നികടത്തിൽ, അല്ലായിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. മുഴുവൻ പ്രവാചകന്മാർ, എല്ലാ മതങ്ങളുടെയും ഈ ലോകത്തിൻ്റെ ഗതി നിർണയിച്ച മുഴുവൻ മഹാപുരുഷന്മാരുടെയും വെളിച്ചങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് ഇതാ എനിക്കൊരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹമാണ് കവിയായ എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുവാൻ തക്ക വലിപ്പം അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാകവികളെപ്പോലും മഹാകവികളുടെ മനസ്സിൽ പോലും ഗുരുവായി സ്ഥാനം നേടാൻ കഴിഞ്ഞ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു നാട് ആയിരുന്നു നമ്മുടേത്. ആ വലിപ്പത്തിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്ന ഒരു അപേക്ഷ നൽകുവാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഭാവിയിൽ കുൽസിതമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ പേരിലല്ല, മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള അന്തസ്സ് നിറഞ്ഞ വെളിച്ചത്തിൻ്റെ പേരിൽ നിങ്ങൾ ഓർമ്മിക്കപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥന എനിക്ക് നിങ്ങളോട് നേർക്ക് നീട്ടുവാനുണ്ട്. കാരണം ബാക്കിയെല്ലാം അസ്തമിച്ചു പോകും. 5 വർഷം ആണ് ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കുള്ള ഇന്ത്യയിലെ പരമാവധി കാലയളവ് എന്ന് നിങ്ങൾക്കറിയാം. 5 വർഷവും 50 വർഷവും കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിലുള്ള വെളിച്ചങ്ങളെ നിങ്ങൾക്ക് സമുദായത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വിതറുവാൻ സാധിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ദണ്ഡി യാത്രയെപ്പറ്റി അടുത്ത കാലത്ത് ഒരു ചെറുകഥ എഴുതി. 10 വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം എന്തെങ്കിലും ഒന്ന് എഴുതണമല്ലോ എന്ന് തോന്നിയപ്പോൾ കുറേ കാലമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയം, കൃത്യമായി പറഞ്ഞാൽ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ മനസ്സിൽ അങ്കുരിച്ച ഒരാശയം ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കണമെന്ന് കുറേ കാലമായി ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള ഒരു ജയിലിൽ പോവാതെ, നമ്മളെപ്പിടി ജയിലിടാതെ എങ്ങനെ ഇത് സാധിക്കാമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് മഹാത്മാഗാന്ധി 1930 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി കടൽ പുറത്തേക്ക് ഉപ്പ് കുറുക്കുവാനായി നടത്തിയ 24 ദിവസം നീണ്ടുനിന്ന ദീർഘമായിട്ടുള്ള ഒരു യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ചെന്നത്. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അത്ഭുതം, നമ്മൾ സാധാരണ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിൻ്റെ നേതാക്കന്മാർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വാർദ്ധക്യകാല പെൻഷൻ പറ്റുന്ന കുറേ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് കുറേ വൃദ്ധന്മാർ നയിച്ച ഒരു സമരം എന്നുള്ള മട്ടിലാണ് നമ്മൾ അതിനെപ്പറ്റി ഓർക്കുക. നമ്മുടെ മനസ്സിൽ പേരുകളൊക്കെ ഇങ്ങനെ റെസണേറ്റ് ചെയ്യുമ്പോഴെല്ലാം കുറേ വൃദ്ധന്മാരുടെ പേരുകളാണ് നമ്മുടെ മനസ്സിൽ തോന്നുക. പക്ഷേ എല്ലാം ചെറുപ്പക്കാരായിരുന്നു. 18-16 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് നമ്മൾ വലിയ നേതാക്കന്മാരായിട്ട് പറയുന്ന എല്ലാവരും. ഉദാഹരണത്തിന് ഗാന്ധി നയിച്ച ദണ്ഡി യാത്രയിൽ ഏറ്റവും പ്രായം ചെന്ന ആൾ മഹാത്മാഗാന്ധിയായിരുന്നു. ആ മഹാത്മാഗാന്ധിക്ക് മുനീർ സാഹിബിൻ്റെ പ്രായം ഉണ്ടായിരുന്നുള്ളതെന്ന്. ഏറ്റവും പ്രായം കുറഞ്ഞ ആളിൻ്റെ പ്രായം 16 വയസ്സാണ്. ലീലാധർ വിത്തൽ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. 16 വയസ്സാണ്. കേരളത്തിൽ നിന്ന് 4 പേർ ദണ്ഡി യാത്രയിൽ 79 പേരുള്ള ആ പദയാത്രാ സംഘത്തിൽ കേരളത്തിൽ നിന്ന് 4 പേര് പങ്കെടുത്തിരുന്നു. അവരുടെ ശരാശരി പ്രായം 24 വയസ്സാണ്. 24 വയസ്സെന്ന് പറഞ്ഞാൽ എത്ര ചെറിയ പ്രായമാണെന്ന് ഓർക്കണം. നമ്മളിവിടെ MDMA കഴിച്ച് നടക്കുന്ന പ്രായമാണത്.
അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇത് നടക്കുകയാണ്. 24 ദിവസം നീണ്ടു നിൽക്കുന്ന 240 മൈൽ യാത്രയിൽ ഗാന്ധിയോടൊപ്പം പങ്കെടുക്കുകയാണ്. 38 വയസ്സുകാരനായ ദാമോദർ ഖരെ എന്ന് പറയുന്ന ആളാണ് അതിൽ ഏറ്റവും പ്രായം ചെന്ന, ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും പ്രായം ചെന്ന ആൾ. ഞാനിത് പറഞ്ഞത് യുവാക്കന്മാരുടെ നിരയാണ് ദണ്ഡി യാത്ര ഗാന്ധിയെ പിൻപറ്റി നടത്തിയതെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ യാത്രയിൽ പലതരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനത് വായിച്ച് പലതരം പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞ ഒരു കാര്യം, അമോദ് എന്ന് പറയുന്ന ഒരു ഗ്രാമം 12-ാം ദിവസം കടന്നു പോകുന്ന, 24 ദിവസം ദീർഘിച്ച യാത്രയുടെ 12-ാം ദിവസം കടന്നു പോകുന്ന അമോദ് എന്ന ജില്ലയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭീഷണി അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് മഹാത്മാഗാന്ധി അതുവഴി കടന്നു പോകണ്ട എന്ന് ഒരു സംഘം എതിർത്തു പറഞ്ഞു. അതിന് കാരണം അമോദിൽ 3-ൽ 2 പേർ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിലൂടെ മഹാത്മാഗാന്ധി നയിക്കുന്ന ദണ്ഡി യാത്ര കടന്നു പോയാൽ അക്രമം നേരിടേണ്ടി വരും എന്ന് ഗാന്ധിജിയെ ധരിപ്പിച്ചു, ഗാന്ധിജിയെ തെര്യപ്പെടുത്തി. ഇപ്പം മഹാത്മാഗാന്ധി എൻ്റെ ഇടത് കണ്ണ് ഹിന്ദുവും വലത് കണ്ണ് മുസ്ലിമുമാണ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി പറഞ്ഞെങ്കിൽ അതിലൂടെ തന്നെ നമ്മൾ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ 12-ാം ദിവസം അമോദിലൂടെ കടന്നു പോകുന്ന ദണ്ഡി യാത്രയ്ക്ക് അമോദിൽ വെച്ചുണ്ടാകുന്ന ഒരു, ഞാൻ സങ്കല്പിച്ച ഒരു സംഭവത്തെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഞാൻ ആ കഥ, ചെറുകഥ എഴുതിയത്. ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് താൻ കണ്ടുപിടിച്ചതല്ല എന്ന ആമുഖത്തോടെ 3 വാക്കുകളാണ് സംഭാവന ചെയ്തത്. അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്ന 3 വാക്കുകളാണവ. അദ്ദേഹം പറഞ്ഞ അഹിംസ മലകളോളം, സാഗരങ്ങളോളം പഴക്കമുള്ള ഒരു വാക്കാണ്. അത് എൻ്റെ കണ്ടുപിടുത്തമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹിംസിക്കരുത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അസ്തേയം എന്ന് വെച്ചാൽ, സ്തേയം എന്ന വാക്കിൻ്റെ അർത്ഥം മോഷണം എന്നാണ്. മോഷ്ടിക്കരുത് എന്നാണ് അസ്തേയം എന്ന വാക്കിൻ്റെ അർത്ഥം. പരിഗ്രഹം എന്ന് പറഞ്ഞാൽ പിടിച്ചുപറിയാണ്. അപരിഗ്രഹം എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കരുത്. ഇതിൻ്റെ എല്ലാം വലിയ അർത്ഥങ്ങളിലാണ് ഗാന്ധി ഉപയോഗിക്കുന്നത്. വെറുതെ വഴിയിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിനെ പറ്റിയല്ല. അഹിംസ എന്ന് പറയുമ്പോൾ മോശമായി പറയപ്പെടുന്നൊരു വാക്കും ഹിംസയാണ് എന്ന് അദ്ദേഹം പറയും. അല്ലാണ്ട് കൊലപാതകം മാത്രമല്ല ഹിംസ. സ്തേയവും പരിഗ്രഹവും ഒന്നല്ല, മോഷണവും പിടിച്ചുപറിയും ഒന്നല്ല. മോഷണം വീര്യം കുറഞ്ഞവൻ ഒളിവിൽ നടത്തുന്ന കാര്യമാണെങ്കിൽ പരിഗ്രഹം ബലവാനായ ഒരുവൻ നേരിട്ട് ചെയ്യുന്ന പിടിച്ചുപറിയാണ്. ഞാനത് ചെയ്യും, നീ എന്ത് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെ 3 പദങ്ങൾ, അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്ന് പറയുന്ന 3 പദങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിന് സംഭാവന ചെയ്ത മഹാത്മാഗാന്ധിയുടെ ആത്മാവ് ഇന്ന് ഇന്ത്യയിൽ തുടരുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും ഒരു 4-ാം പദം സംഭാവന ചെയ്യുന്നത് എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ആ ചെറുകഥ ഞാൻ എഴുതിയത്. ആ കഥയുടെ അവസാന വാക്ക് ആ പദമായതുകൊണ്ട് ഞാൻ നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിക്കുന്നുള്ള പ്രതീക്ഷയിൽ പറയുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അമോദി എന്നാണ് ആ വാക്ക്. അമോദിൽ നിന്ന് വന്നവൻ എന്നൊരർത്ഥം അതിനെ കൽപ്പിക്കാവുന്നത് കൊണ്ട് കേസിൽ നിന്നോ ജയിലിൽ നിന്നോ ഞാൻ ഒഴിവായി കിട്ടുന്നുള്ള ബുദ്ധിപരമായ നീക്കമായിരുന്നു അത്. പക്ഷേ അഹിംസ, ഹിംസ, സ്തേയം, പരിഗ്രഹം എന്ന കഠിന പദങ്ങളുടെ മുന്നിൽ ആ എന്ന പ്രശ്ലേഷം കൂട്ടിച്ചേർത്ത് അഭയപദങ്ങളായിട്ടുള്ള അഹിംസ, അസ്തേയം, അപരിഗ്രഹം എന്ന 3 പദങ്ങൾ സൃഷ്ടിച്ച മഹാത്മാഗാന്ധി അതേ കൈകൊണ്ട്, വിറയ്ക്കുന്ന കൈകൾ കൊണ്ട്, ദൃഢനിശ്ചയം തിളങ്ങുന്ന കൈകൾ കൊണ്ട് ലീലാധർ വിത്തലിൻ്റെ ബുക്കിൽ അമോദി എന്ന് എഴുതി വയ്ക്കുന്നതായിട്ടാണ് ആ കഥയുടെ അവസാനത്തെ വാക്ക്, ആ കഥ അവസാനിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അമോദി എന്ന വാക്കിൽ ആ കഥ അവസാനിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം മോദിയും എല്ലാം വർഷങ്ങൾ കഴിഞ്ഞാൽ തീരുന്നേ. ഇത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന ആശയം എത്രയോ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരാശയമാണ്. ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന മഹത്തായ ഒരു രാജ്യമാണ്. അതിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്നിച്ചൊരു വേദിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷവും ആ കഥ നിലനിൽക്കണം എന്നുള്ളതുകൊണ്ട് അതിനാദ്യം ഞാനിട്ട പേര് അമോദി എന്നാണെങ്കിലും ഞാൻ കുറേ കാലം ആ പേരൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. 2 വർഷത്തോളം ഞാൻ ജോലി ചെയ്യുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ കഥ ഒക്ടോബർ 2-നോ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ദിവസത്തിലോ പ്രസിദ്ധീകരിക്കാമെന്ന് എഴുതി വച്ചെങ്കിലും ഈ പേര്, ആ കഥയുടെ പേര് അതായിട്ട് മാത്രം ചുരുക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട്, കഥയ്ക്ക് അതിനേക്കാൾ വലിപ്പമുണ്ട്, രാഷ്ട്രീയത്തെക്കാൾ വലിപ്പമുണ്ട് സാഹിത്യത്തിനെന്ന് വിചാരിക്കുന്നത് കൊണ്ട് അതങ്ങനെ വച്ചിരിക്കുകയായിരുന്നു. അവസാനം ആ കഥ പേര് മാറ്റാൻ വേണ്ടി മാത്രം ഞാൻ സബർമതി ആശ്രമത്തിൽ പോയി ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് ഒരു ചെറുകഥയ്ക്ക് ഒരു പേര് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയി. ഒരു ദിവസം മുഴുവനും സബർമതി ആശ്രമത്തിൽ ഞാൻ ധ്യാനപൂർവ്വം അവിടെ താമസിച്ചു. അവിടെ ഒരു മലയാളിയായിട്ടുള്ള ആളാണ് അതിൻ്റെ ക്യൂറേറ്റർ എന്നുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സൗകര്യങ്ങൾ ചെയ്തു തന്നു.
ആ ടെറൈൻ മനസ്സിലാക്കാൻ, ആ ഗാന്ധി ചവിട്ടി നടന്ന മണൽത്തരികൾ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ ക്യൂറേറ്റർ എന്നോട് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ 1930 മഹാത്മാഗാന്ധി സബർമതി ആശ്രമം വിട്ടു. അതിനുശേഷം ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രം വരികയുള്ളൂ എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അദ്ദേഹം വന്നില്ല അങ്ങോട്ട്. കാരണം അപ്പോഴേക്കും വിഭജിത ഇന്ത്യയുടെ കാലുഷ്യങ്ങൾക്കിടയിൽ അദ്ദേഹം നടന്ന് തീർത്ത് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ചെന്നപ്പോൾ അവിടെ സൈലൻസ് പ്ലീസ് എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ദിവസവും 1000 പേർ സന്ദർശിക്കുന്ന സാബർമതി ആശ്രമത്തിൽ എവിടെയും നമ്മുടെ സാധാരണ ചരിത്ര സ്മാരകങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള നിശബ്ദത പാലിക്കുക എന്നുള്ള വാക്ക്. പക്ഷേ എല്ലാവരും, ഈ കടന്നു പോകുന്ന 1000 പേരും ചെറിയ കുഞ്ഞുങ്ങളടക്കം താനാണ് ഗാന്ധിയെ കൊന്നത് എന്ന കുറ്റബോധത്തോടെ സൈലൻസിലാണ് അവർ. മാരകമായ ശ്മശാന തുല്യമായിട്ടുള്ള ഒരു നിശബ്ദത അവിടെ കണ്ട് ഞാൻ നടുങ്ങിപ്പോൾ. ഓരോരുത്തരും തല കുനിച്ച് പിടിച്ചാണ് അവിടെ നടക്കുന്നത്. ആരും പരസ്പരം, കുട്ടികൾ പോലും കലവില കൂട്ടുന്നില്ല. 5 പൈസ അങ്ങോട്ട് പ്രവേശന ഫീസ് വേണ്ട. ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ പ്രസ്ഥാനമാണ് മഹാത്മാഗാന്ധി എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ഫ്രീ ആണ്, ബിൽക്കുൽ മുഫ്താണ്. അവിടെ നമുക്ക് കയറി ചെല്ലാം. അവിടെ പ്രവേശനം 5 രൂപ വെച്ച് ടിക്കറ്റ് വെച്ചാൽ തന്നെ കോടികൾ ഉണ്ടാക്കാവുന്ന സ്ഥാപനമാണത്. അവിടെ അങ്ങനെ ഒരു സംഗതിയില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കടന്ന് ചെല്ലാം, അത് കണ്ടിരിക്കാം. അവിടെ നിന്നപ്പോഴാണ് ഗാന്ധിജി ദണ്ഡി കടൽപ്പുറത്ത് കുളിക്കാനിറങ്ങുമ്പോൾ ഗാന്ധിയോടൊപ്പം നിങ്ങളെപ്പോലെയുള്ള 2-3 യുവാക്കൾ കൂടി ഉണ്ടാകും എന്ന് എനിക്ക് സങ്കല്പിക്കാൻ സാധിച്ചു. കാരണം മഹാത്മാഗാന്ധി ഏതോ വൃദ്ധ രൂപമാണെന്നും പോയ കാലത്തിൻ്റെ, ഭൂതകാലത്തിൻ്റെ ഏതോ അവശിഷ്ട ആശയമാണെന്നും തോന്നിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ധാരണയിൽ നിന്ന് പുതിയ തലമുറയുടെ യുവാക്കളുടെ കൈകളിലേക്ക് പകരാൻ പറ്റുന്ന ഒരാശയം എന്നുള്ള നിലയ്ക്കാണ് ഗാന്ധിയുടെ കടൽക്കുളി ഞാൻ സങ്കല്പിച്ചത്. അതുകൊണ്ടാണ് ജ്ഞാനസ്നാനം എന്ന് ആ കഥയ്ക്ക് പുനർനാമകരണം ചെയ്തത്. ഒരു മാമോദിസ ഗാന്ധിജി നിർവഹിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് മഹാത്മാഗാന്ധി ഉണരുന്ന, നിങ്ങൾക്കറിയാം ഗാന്ധി വിമർശത്തിലൊക്കെ ആദ്യകാലത്തിൻ്റെ ഇന്ത്യയുടെ ഈ ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ചില നിഴൽപ്പാടുകളെങ്കിലും ഗാന്ധിയുടെ ആശയങ്ങളിൽ ആദ്യകാലത്ത് വിമർശകർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി തുടരെ തന്നെ പുതുക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് തൻ്റെ ആത്മകഥയ്ക്ക് പേരിട്ടത്. പരീക്ഷണങ്ങൾ, തുടർച്ചയായിട്ടുള്ള തെറ്റുകളും തിരുത്തലുകളിലൂടെയും മുന്നേറുന്ന പരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ടുകൂടിയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിച്ചത്. അവിടെ പുലരിയിൽ ദണ്ഡിയുടെ കടൽപ്പുറത്ത് മഹാത്മാഗാന്ധിയെപ്പോലൊരു മഹാത്മാവിന് കുളിക്കുവാനൊരു മാമോദിസ തൊട്ടി തികയില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടെ കടലിനെ തന്നെ മാമോദിസ തൊട്ടിയാക്കിക്കൊണ്ട് സങ്കല്പിച്ച ആ കുളിയിൽ വെച്ച് മഹാത്മാഗാന്ധി തൻ്റെ കൂടെ വരുന്ന ലീലാധർ വിത്തൽ എന്ന് പറയുന്ന ഹിന്ദു യുവാവിനോട്, അബ്ബാസ് വർത്തേജി എന്ന് പറയുന്ന മുസ്ലിം യുവാവിനോട്, കൂടെയുള്ള ഒരു ദളിത് യുവാവിനോട്, 3 പേരെയാണ് അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ചരിത്രത്തിലില്ല. ഗാന്ധി ഒറ്റയ്ക്ക് പോയി കുളിച്ച് കയറിയെന്നാണ് ചരിത്രമുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് മുങ്ങുവാൻ പാകത്തിന് കുറച്ച് ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ 3 യുവാക്കൾ ഉണ്ടായിരുന്നുവെന്നും ആ 3 യുവാക്കൾ കേൾക്കെ ജീവിതത്തിൻ്റെ ഒരു മഹാസത്യം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതായിട്ടുമാണ് ആ കഥയിൽ പറയുന്നത്. അത് ഞാൻ കുട്ടിക്കാലത്ത് കേട്ട ഒരു വാചകം ജീവോ ജീവസ്യ ജീവനം എന്നാണ്. ജീവോ ജീവസ്യ ജീവനം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവനുകളും ഇതര ജീവനുകളെ ആഹാരമാക്കിയിട്ടാണ് ജീവിക്കുന്നതെന്നാണ്. അത് മാംസാഹാരികൾ മാത്രമല്ല, സസ്യഭുക്കുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചീര കഴിക്കുമ്പോഴും തോരൻ കഴിക്കുമ്പോഴൊക്കെ ഒരു സസ്യത്തെ തന്നെയാണ് ഭക്ഷിക്കുന്നത്. സസ്യം ജീവനുള്ള വസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ ജീവനെ തന്നെയാണ് ആഹരിക്കുന്നത്. അങ്ങനെ അല്ലാതെ മനുഷ്യനോ മറ്റ് ജന്തുക്കളോ ഒന്നും കഴിക്കുന്നില്ല. നമ്മൾ ഓരോ ലിസ്റ്റ് എടുത്താൽ ചുക്ക്, മുളക്, കാപ്പി എന്നുള്ള ലിസ്റ്റ് എടുത്താൽ അറിയാം, എല്ലാം സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് പോലും ജീവൻ തന്നെയാണ്. അങ്ങനെ അല്ലാത്ത ഒന്നേ ഉള്ളൂ എന്ന് ഗാന്ധിജി ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് ഉപ്പാണ് എന്ന് ആ പുലരിയുടെ അരണ്ട വെളിച്ചത്തിൽ ഈ 3 പേർക്കുമായിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. മറ്റ് ഇതര ജീവനുകളിൽ നിന്നല്ലാതെ മനുഷ്യൻ ആഹരിക്കുന്ന ഒരേ ഒരു വസ്തുവാണ് ഉപ്പ്. ഈ ഉപ്പിനെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സമരായുധമാക്കി ഗാന്ധി പരിവർത്തിപ്പിച്ചതിൻ്റെ ഒരു ഋഷിത്വപൂർണ്ണമായിട്ടുള്ളൊരു ഉൾക്കാഴ്ച എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മനുഷ്യത്വത്തിൻ്റെ എലമെൻ്റ് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി ഭൂമിയുടെ ഉപ്പാണ്, ഇന്ത്യയുടെ ഉപ്പാണ് എന്ന് പിൽക്കാലത്ത് കവികൾ പോലും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട 3 പേരെ കൂട്ടിച്ചേർത്ത് മഹാത്മാഗാന്ധി അവർക്ക് വേണ്ടി അറിയിച്ചു കൊടുക്കുന്ന ജ്ഞാനം ആണ്
ആ കഥയിലെ ജ്ഞാനസ്നാനത്തിൻ്റെ പൊരുൾ. അതായിരിക്കണം ഭാവിയിൽ നിലനിൽക്കേണ്ടത് എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ അതിന് അമോദി എന്ന പേര് ഉപയോഗിക്കാതെ ജ്ഞാനസ്നാനം എന്ന പേര് മാറ്റിയിട്ടത്. ഈ പേരുകളിൽ ഒരു പ്രാധാന്യം നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു അവിടെ ഇരുന്നപ്പം. ഞങ്ങൾ കഴിഞ്ഞ 24 തുടക്കത്തിൽ ഇന്ത്യയിലെ അധികം ആളുകൾ അറിയാതെ പോയ ചില വാർത്തകളിലൊന്ന് ഞാൻ കണ്ണിൽപ്പെട്ടപ്പോൾ ആലോചിക്കുക. നമ്മൾ വാർത്തകൾ വരുന്ന പോലും മാറിയിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കയ്യാമം വെച്ചും വിലങ്ങ് അണിയിച്ചും ഇന്ത്യക്കാരെ ഇന്ത്യൻ മണ്ണിൽ കൊണ്ടുപോയി ഇറക്കിയതിൻ്റെ ചിത്രം ശരിക്കും 1-ാം പേജിൽ എല്ലാ ഇന്ത്യൻ പത്രങ്ങളും പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അപമാനിതനായ ഇന്ത്യക്കാരൻ കാലിൽ വിലങ്ങണിയിച്ച് വന്ന് തടവ് പുള്ളിയെപ്പോലെ വന്നിറങ്ങുന്ന ചിത്രം വരേണ്ടതായിരുന്നു. പക്ഷേ അതിൽ വാർത്ത മാത്രമായിട്ട് ഒതുങ്ങുകയും വന്ന വാർത്ത തമ്പുരാൻ നമ്മളെ കൊണ്ടുവന്നിറക്കിയ വിമാനത്തിൻ്റെ മഹിത ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ടായിരുന്നു. എന്താണ് ആ വിമാനത്തിൻ്റെ അത് ഭയങ്കരമായ വിമാനമായിരുന്നു. അതിൽ കയറി ഇരിക്കാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ഭാഗ്യം എന്ന മട്ടിൽ ആ വിമാനത്തിൻ്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ടാണ് വാർത്ത വന്നത്. അപ്പോൾ വാർത്തകൾ വരേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയാം കൃത്യമായിട്ട്. അതങ്ങനെ തന്നെ ഇവിടെ വരുള്ളൂ എന്നും നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ മാറ്റി പറഞ്ഞതിനെപ്പറ്റി ഞാൻ ആലോചിക്കായിരുന്നു. ഇവിടെ UP-യിൽ ബറേലി എന്ന് പറയുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലിയല്ല, UP-യിലെ ബറേലി എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു സ്കൂളിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്നി കമലാ നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു ചെറിയ സ്കൂളിൽ നടന്ന ഒരു ചെറിയ സംഭവം എന്ന് വിശദീകരിക്കപ്പെട്ട ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ്. അവിടെ വച്ചിട്ട് അതിലൂടെ പോയ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ അവിടെ പാടുന്ന ഒരു പ്രാർത്ഥനാ ഗീതം കേൾക്കാനിടയായി. നേരത്തെ ഈശ്വർ അല്ലാ തേരാ നാം എന്ന് പറഞ്ഞപ്പോൾ ഓർത്താണ്. പ്രാർത്ഥനാഗാനം രചിച്ചത് 1908 മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെയും പിൽക്കാലത്ത് പാകിസ്ഥാൻ ദേശീയ കവിയായി മാറിയ ലോകത്തിൻ്റെ തന്നെ മഹാകവികളിൽ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഇക്ബാലാണ്. ബച്ചേക്ക് ദുവ എന്നാണ് ആ പ്രാർത്ഥനാഗാനത്തിൻ്റെ പേര്. 1908 എഴുതിയ പ്രാർത്ഥനാഗാനമാണ്. അത് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രാർത്ഥനാഗാനമാണ്. അതിൻ്റെ അവസാന വരികളിൽ ദൈവമേ എന്ന് പറയുന്ന ഭാഗത്ത് അല്ലാ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ദൈവം അല്ലാഹ് ആയതുകൊണ്ട് അദ്ദേഹം തൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാ എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അത് എത്രയോ വർഷങ്ങളായി ആ സ്കൂളിൽ, കമലാ നെഹ്റു മെമ്മോറിയൽ UP സ്കൂളിൽ അവിടുത്തെ പ്രാർത്ഥനാഗാനമാണ്. അത് കേട്ടുപോയ ചിലർ 2 വകുപ്പുകൾ ചുമത്തി. ആ വകുപ്പിൻ്റെ നമ്പറുകൾ ഞാൻ മാറിപ്പോയി. ഈ ഭാരതീയ ന്യായ സംഹിത വന്നിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ട്. ലഹള വളർത്തുവാനുള്ള ശ്രമം എന്നും മതദ്രോഹം എന്നുള്ള 2 വകുപ്പുകൾ ചേർത്തിട്ട് ആ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റുകയും ആ കുട്ടികളുടെ ക്ലാസ് ടീച്ചറിനെ പിരിച്ചുവിടുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ കോടതി വിധിച്ചു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ ഇത് വളരെ ആയിരക്കണക്കിന് വാർത്തകൾക്കിടയിൽ മാങ്ങി മറിഞ്ഞു പോകുന്നൊരു ചെറിയ വാർത്തയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന മഹാകവി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തിൽ മഹാത്മാഗാന്ധിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള മഹാകവികൾ ദേശീയ ബോധത്തെ വളർത്തുവാൻ വേണ്ടി എഴുതിയ കുറേ ദേശഭക്തി ഗാനങ്ങളിൽ ഒന്നാണ് ഇത്. ടാഗോർ എഴുതി, ബങ്കിം ചന്ദ്രൻ എഴുതി, ഇക്ബാൽ എഴുതി, അങ്ങനെ നിരവധിയായിട്ടുള്ള അക്കാലത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം എഴുതി. അതിലെ പല ഗാനങ്ങളിലൊന്നാണിത്. നിങ്ങൾ ഇക്ബാലിൻ്റെ കവിതകൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇക്ബാലിൻ്റെ ഒരു കവിതയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അത് നമ്മൾ കാലാകാലങ്ങളായി കേൾക്കുന്ന ദേശഭക്തി ഗാനമാണ്. സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ആ മഹിതമായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയഭക്തി ഗാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ലോകത്തിലെ ഭൂമിയിലെ ഏറ്റവും ഭംഗിയുള്ള ഭൂപ്രദേശം എൻ്റെ ഹിന്ദുസ്ഥാനാണ് എന്ന് പറയും. എൻ്റെ ഹിന്ദുസ്ഥാൻ എന്നാണ് അത് പറയുക. അത് വൃത്തമൊപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മീറ്റർ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കവിത എഴുതിയ ആളാണ് അല്ലാമ ഇക്ബാൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആ കവിതയുടെ മറ്റൊരു മഹത്വത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബഹിരാകാശത്തെത്തുകയും ബഹിരാകാശത്ത് നിന്ന് ഈ നീലഗ്രഹത്തെ ദൂരെ നിന്ന് നോക്കിക്കാണാൻ ഭാഗ്യം കിട്ടിയ രാകേഷ് ശർമ്മയോട്
വിദൂര വിനിമയ ബന്ധം വച്ചിട്ട് ഇന്ദിരാഗാന്ധി ചെയ്ത ഒരു ചോദ്യോത്തരം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. നമ്മളൊക്കെ അന്ന് പത്രത്തിൽ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട്. രാകേഷ് ശർമ്മയോട് ഇന്ദിരാഗാന്ധി ഇവിടെ നിന്ന് ചോദിച്ചു, മിസ്റ്റർ രാകേഷ് ശർമ്മ, അവിടെ നിന്ന് ഭൂമി എന്ന നീലഗ്രഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കാണാൻ സാധിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നി എന്ന്. ഇന്ത്യയെ ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് കാണാൻ, ബഹിരാകാശത്ത് നിന്നുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ കണ്ണുകളാണ് രാകേഷ് ശർമ്മയുടെ എന്ന് ഓർക്കണം. അപ്പോൾ രാകേഷ് ശർമ്മ ചൊല്ലിയത് അല്ലാമ ഇക്ബാലിൻ്റെ ഈ വരികളായിരുന്നു, സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. ഒരു കവി അതിർത്തികൾ കടന്ന് ലോകത്തിൻ്റെ ആകാശമാവുന്നത് എങ്ങനെയെന്ന് മനുഷ്യനെ പഠിപ്പിച്ച ഒരു നിമിഷമാണ്. പാകിസ്ഥാൻ്റെ ദേശീയ കവി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം പിന്നീട് ഇന്ത്യയിൽ നിഷ്കാസിതനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മളിപ്പോൾ നമ്മുടെ ദേശീയ കവികളുടെ പേരുകൾ പറയുമ്പോൾ ഒരിക്കലും അല്ലാമ ഇക്ബാൽ എന്ന് നിങ്ങളെവിടെയും പറയുകയില്ല. 1947 വരെയും അദ്ദേഹം അധികകാലം ജീവിച്ചിരുന്നില്ല. 1940 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അല്ലാമ ഇക്ബാൽ മരിച്ചു. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനുമായി 2 രാജ്യങ്ങളായി പിന്തിരിഞ്ഞു പോയ കാര്യം പോലും പാവം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇവിടെ കലാപത്തിന് കേസെടുക്കുന്നത്. അങ്ങനെ ഉറുദു എന്ന് പറയുന്ന ഭാഷയെ സ്നേഹിച്ച, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷകളിലൊന്നാണ് എന്ന് ഗസൽ കേൾക്കുന്ന ഞാൻ മനസ്സുകൊണ്ട് മതിക്കുന്ന ഉറുദു എഴുതിയ കവിയായതുകൊണ്ട്, ഉറുദു ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഭാഷയാണ് തെറ്റിദ്ധരിച്ചു പോയ പാവങ്ങൾ ഇദ്ദേഹത്തെ മറ്റേതോ അന്യനായ ഒരാളായിട്ട് മാറ്റിയ കഥയാണ് ആ ചെറിയ വാർത്ത നമ്മളെ അറിയിച്ചത്. ഇത് നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. നേതൃത്വം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു മികവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ നേതാവായി കഴിയുമ്പോൾ എല്ലാവരും നമ്മുടെ പാദനമസ്കാരം ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളറിയാതെ നമ്മൾ ദൈവത്തിൻ്റെ സന്തതിയാണെന്ന് പറയുവാൻ പോലും നമുക്ക് പെട്ടെന്ന് ധൈര്യം വരും. ഇത് നിങ്ങളുടെയൊന്നുമല്ല, ഇത് എനിക്ക് നേരത്തെയുള്ള ഒരു, ഞാൻ ബയോ അല്ല എന്ന് പറയും, ദൈവികനാണ് എന്ന് പറയും. അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുവാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കൂടെയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. തേനീച്ചകളിലും അതുപോലെയുള്ള ക്ഷുദ്രജീവികളിൽ പോലും നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ട്. ഉറുമ്പുകളിലുണ്ട്, തേനീച്ചകളിലുണ്ട്. അവരുടെയൊക്കെ ബീഹൈവിനെ കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾക്കത് പറഞ്ഞു തരും. ഏതെങ്കിലും സവിശേഷ സിദ്ധിയുള്ള ഒന്നിനെയല്ല അവർ നേതാവായി, റാണിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരു കൂട്ടം ഉറുമ്പുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം തേനീച്ചകൾ തങ്ങളുടെ റാണിയാവുവാൻ വേണ്ടിയിട്ട്, ഒരമ്മ തേനീച്ചയാവാൻ വേണ്ടിയിട്ട് ഒന്നിനെ തിരഞ്ഞെടുക്കുകയാണ് റാൻഡമായിട്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പോഷകങ്ങളിലെ ഭൂരിഭാഗവും അതിനെ ഊട്ടി അതിനെ കാഴ്ചയിൽ തന്നെ പ്രതാപിയായ ഒന്നാക്കി മാറ്റുവാൻ തേനീച്ചകൾക്ക് അറിയാം. അപ്പം അമ്മ തേനീച്ചയെ കണ്ടാൽ അറിയാം, റാണി തേനീച്ചയെ കണ്ടാൽ അറിയാം. ചിറകുകൾക്ക് വലുപ്പം ഉണ്ടാവും, ശരീരത്തിൻ്റെ ഭാരം അധികമായിരിക്കും. എന്തെങ്കിലും കാട്ടുതീയോ മറ്റോ അല്ലെങ്കിൽ തീയോ എന്തെങ്കിലും കലാമിറ്റി കൊണ്ട് തൻ്റെ ബീഹൈവിലെ തേനീച്ചകളുടെ എണ്ണത്തിൽ ആൺ പെൺ അനുപാതം തെറ്റിയാൽ അതിനനുസരിച്ച് മുട്ടയിടാൻ സാധിക്കും പെൺ തേനീച്ചകൾക്കെന്ന് സയൻസ് പറയും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് പെൺ തേനീച്ചകൾ കൂടുതലും മരിച്ചു പോവുകയും ആൺ തേനീച്ചകൾ കൂടുതലായി വരികയും ചെയ്താൽ അതിൻ്റെ അടുത്ത ടൈമിൽ അത് മുട്ടയിടുമ്പോൾ ഈ ഏതാണോ കൂടുതൽ ഇല്ലാതായത് അതിൻ്റെ എണ്ണമാണ് കൂടുതലിടുക. ഇത് ദൈവികമാണ്, തികച്ചും ദൈവികമാണ്. നമ്മൾ ഈ നേതൃത്വത്തിൽ ഒരു ആത്മീയ പരിവേഷം വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരു ആത്മീയതയുടെ ഒരു എലമെൻറ്റ് എല്ലാ വലിയ നേതൃത്വത്തിലുണ്ട്. മഹാത്മാഗാന്ധി, അതുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധി, ആത്മാ ശബ്ദം അതിനകത്ത് ആ ആത്മീയതയിൽ നിന്ന് വന്നതാണ്. മഹാത്മാവാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു ഘടകം സുചിന്തിതമായിട്ട് അദ്ദേഹത്തിൽ ആരോപിക്കുവാൻ നമുക്ക് സാധിക്കും. ആ ആത്മശബ്ദം ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഈ തേനീച്ച കൂട്ടത്തിൽ എങ്ങനെയാണ് തേനീച്ചകൾക്ക് തൻ്റെ സന്തതികളിൽ അടുത്ത പ്രസവത്തിൽ, അടുത്ത മുട്ടയിടലിൽ പെൺ തേനീച്ചകളെയാണ് കൂടുതൽ വേണ്ടത് എന്ന് കണക്ക് കൂട്ടാൻ സാധിക്കുക? ഇന്നും AI പോലും സാധിക്കാത്ത കാര്യമാണ്. ഇത് ആന്തരികമായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സിദ്ധി കൂടിയാണ്. ഈ ആത്മീയ സിദ്ധിയാകട്ടെ സമൂഹത്തിൻ്റെ മൊത്തം ഒരു വിഹിതം കൈപ്പറ്റിക്കൊണ്ട് കിട്ടുന്നതാണ്, നമ്മുടെ സ്വന്തമല്ലാതെ. നമ്മൾ ഒറ്റ മനുഷ്യരായി കാണപ്പെടുന്നുണ്ട് എങ്കിലും പ്രകൃതിക്ക് അത് അറിഞ്ഞുകൂടാ. ഇപ്പോൾ രക്തം എന്ന് പറയുമ്പോൾ രക്തത്തിലെ കോടിക്കണക്കിന് കോശങ്ങളാണ് എന്ന് നിങ്ങൾ പിൽക്കാലത്ത് മനസ്സിലാക്കുന്നു.
ആ ഒറ്റ കോശങ്ങൾക്ക് പേരിട്ടാൽ അതിനൊരു മുനീർ എന്ന് പറയുന്ന ഒരു കോശം, സുഭാഷ് എന്ന് പറഞ്ഞ കോശം, അങ്ങനെ നിരവധി പേരുകളുണ്ടാവും. പക്ഷെ നമ്മളിത് കാണുന്നത് രക്തമായിട്ട് മാത്രമാണ്. അതിനൊന്നിച്ചൊരു ധർമ്മമുണ്ട്. അതുപോലെ മനുഷ്യനെന്ന് പറയുന്ന ഈ ജീവിക്ക് ഒന്നിച്ച് മാത്രമേ ധർമ്മമുള്ളൂ, ഒറ്റയ്ക്കൊന്നും ധർമ്മമൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ നേതൃഗുണത്തിൽ നമ്മുടെ സഹജീവികളുടെ, നമ്മുടെ അണികളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ ഓരോ ആത്മാവിൻ്റെ ഒരു വിഹിതം, ഒരു കപ്പം നമ്മുടെ ആത്മാവിലേക്കും പ്രാണനിലേക്കും നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മഹാനായ നേതാവായി തീരുന്നത്. അല്ല ഒറ്റയ്ക്ക് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട ഒരു നേതാവുമില്ല. ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഇപ്പോൾ സീഡ് ഗസ്റ്റ് എന്ന് ഒരു ജർമ്മൻ വാക്കുണ്ട്. സീഡ് ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാക്കാണ് യുഗചേതന എന്ന് പറയും. പഴയ കാലത്ത് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നാടക സംഘങ്ങൾക്കൊക്കെ യുഗചേതന എന്നൊക്കെ പേരുണ്ടാവും. യുഗചേതന എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് ചില യുഗങ്ങളിൽ, ചില കാലഘട്ടങ്ങളിൽ മനുഷ്യരിൽ പൊതുവായി തന്നെയും ഒരു സമൂഹത്തിൽ ഒന്നടങ്കവും മഹത്വത്തിൻ്റെ ചില എലമെൻറ്റുകൾ ഒന്നിച്ചു വരും. ചില ഘട്ടങ്ങളിൽ അത് ഒന്നിച്ച് ഇല്ലാതായി പോയി. നമ്മൾ ഒരു പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കഷ്ടപ്പെടുകയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. എന്തോ ഒരു വലിപ്പത്തിൻ്റെ, ഒരു മഹത്വത്തിൻ്റെ ഒരു എലമെൻറ്റ് നമ്മൾ പൊതുവായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സീഡ് ഗസ്റ്റ് എന്ന് പറയുന്ന യുഗചേതന, അതാണ് ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് കാണും. ഇപ്പം താജ്മഹൽ ചെന്ന് കണ്ടിട്ടുള്ള ഒരാൾക്കറിയാം, 5 അടിയോ 6 അടിയോ മാക്സിമം പൊക്കം വരുന്ന ഒരു മനുഷ്യന് അങ്ങനെ എത്ര പേര് ചേർന്നാലും ഈ താജ്മഹൽ നിർമ്മിക്കാൻ സാധിക്കുകയില്ല അന്നത്തെ കാലത്ത്. കാരണം അതിഗംഭീരമായൊരു സ്ട്രക്ചറാണ്. 6 അടി ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 6 വരുന്ന വലിയ മാർബിൾ ക്യൂബുകൾ കൊണ്ട് കട്ടിപ്പെടുത്ത താജ്മഹൽ എന്ന് ക്രെയിൻ പോലും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഉണ്ടാക്കി ഉസ്താദ് അഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരു ശില്പി. ഷാജഹാൻ്റെ നിർദ്ദേശപ്രകാരം വെളുത്ത മാർബിൾ കൊണ്ട് ഞാനൊരു പുതിയ ശില്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വെളുത്ത മാർബിൾ കൊണ്ടുണ്ടാക്കുന്നതെല്ലാം അപകടമാണ്, കൊട്ടാരം ഉണ്ടാക്കാൻ പാടില്ല. അന്ന് നിങ്ങൾക്കറിയാം, ഫത്തേപൂർ സിക്രിയൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, ചുവപ്പാണ് അവർ ഉപയോഗിക്കുക. ജീവൻ്റെ നിറം ചുവപ്പാണ്. വെളുത്തതെല്ലാം ശവകുടീരങ്ങളുമായിട്ടും മരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് മുംതാസ് മഹൾ മരിച്ചിട്ട് കുറച്ചായി എന്നത് മുംതാസിൻ്റെ ശവകുടീരം അങ്ങനെ ആക്കിയാലോ എന്ന് ഷാജഹാൻ തീരുമാനിക്കുന്നു. ഉസ്താദ് അഹമ്മദ് ഈസ എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ പോയി സ്ഥപതി ആർക്കിടെക്ചർ പഠിച്ച ഉസ്താദ് അഹമ്മദ് ഈസ എന്ന് പറഞ്ഞ ഗംഭീരനായ ശില്പി. അതിന് 20,000 പണിക്കാർ സ്വന്തം ഭാര്യമാരുടെ അടുത്ത് പോയി വീര്യം ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി കാസ്ട്രേഷൻ ചെയ്യപ്പെട്ട് വൃഷ്ണങ്ങൾ വരി ഉടച്ച 20,000 പണിക്കാരെ കൊണ്ട് ഷാജഹാൻ ഉസ്താദ് അഹമ്മദ് ഈസ കെട്ടിപ്പടുത്ത ഒന്നാണ്. അത് പണം മുതലാം ചിലവാക്കുന്നതിൻ്റെ പേരെ പിന്നീട് ചരിത്രത്തിൽ വരികയുള്ളൂ. ഷാജഹാൻ പണം മുടക്കിയതുകൊണ്ട് ഷാജഹാൻ്റെ ഒരു വിശ്വപ്രണയി എന്ന് പറഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു പണി പൂർത്തിയാക്കാൻ. മുംതാസിൻ്റെ ബോഡി അതിനകത്തേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോഴേക്കും ഒന്നും ഉണ്ടായില്ല, ബാക്കി എല്ലാം അലുത്തു പോയിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലാത്ത നാമമാത്രമായിട്ടുള്ള ഭൗതികാവശിഷ്ടമാണ് മുംതാസിൻ്റെ കൊണ്ടെന്ന് അവിടെ വച്ചത്. അതിന് പ്രകൃതി കാലം ഷാജഹാനെ ശിക്ഷിച്ചത് ഷാജഹാൻ്റെ മകൻ ഔറംഗസീബ് ഷാജഹാനെ കൊന്നിട്ട് അവിടെ ഭംഗിയായിട്ട് അടക്കി എന്നുള്ളത്, നല്ല ഫ്രഷായിട്ട് തന്നെ അടക്കി എന്നുള്ളതാണ്. ആ സിമ്മട്രി തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു വന്നതല്ല. അത് നിർമ്മിക്കുവാൻ വേണ്ട ആ ആർജിതമായിട്ടുള്ള സിനർജി എന്ന് പറയുന്ന, പുതിയ കാലത്ത് ഇംഗ്ലീഷ് വാക്കിൽ സിനർജി എന്ന് പറയുന്ന സിങ്ക്രണൈസ്ഡ് എനർജി, നമ്മൾ ഒന്നിച്ച് ചേരുമ്പോൾ കിട്ടുന്ന ഒരു അധികമായ ബലം. അത് നിങ്ങൾ 1000 പേരുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള 1000 പേരെയും കൂട്ടുന്ന ശക്തിയല്ല, 1000 പേര് ഒന്നിച്ച് ചേരുമ്പോൾ ശക്തി 1000 ഇൻറ്റു 1000 ആയിരിക്കും. അത്രയും വലിയ സിനർജി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കും, മനുഷ്യൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അത് നിസ്സാരങ്ങളായ ചിതലുകളുടെ ശില്പങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം. ചിതൽപുറ്റുകൾ പഠിച്ചിട്ടുള്ളവർ പറയുന്നു, അതിൻ്റെ 2 പ്രതലങ്ങൾ, ചിതൽപുറ്റിൻ്റെ 2 പ്രതലങ്ങൾ എപ്പോഴും കിഴക്കും പടിഞ്ഞാറുമാകാൻ പാകത്തിനാണ് ചിതലുകൾ തങ്ങളുടെ ചിതൽപുറ്റുകൾ പണിയുന്നത്. ഇതൊരു ആത്മീയതയാണ്. എപ്പോഴും സമശീതോഷ്ണം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അതിൻ്റെ എയർ കണ്ടീഷനിങ് കൃത്യമാക്കുവാൻ വേണ്ടി സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് വരെ സൂര്യൻ്റെ ഡയറക്ഷനിൽ അതിൻ്റെ പരന്ന പ്രതലങ്ങൾ വരുവാൻ പാകത്തിന് എപ്പോഴും ഓരോ ചിതൽപുറ്റിനും 2 പരന്ന പ്രതലങ്ങളും കിഴക്കും പടിഞ്ഞാറും തന്നെയായിരിക്കും. ഇത് അതുങ്ങൾക്ക് കോമ്പസ് വെച്ചിട്ടൊന്നുമല്ല പണിയുന്നത്. അതുങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമാണ് ഓരോ ചിതലും. ഒരു നനുത്ത വെള്ളത്തുള്ളിക്ക് 6 കാല് വെച്ചാൽ ചിതലാവുന്നു. ഈ ചിതലുകൾക്ക് ആരിത് പറഞ്ഞു കൊടുക്കുന്നു? അത് സംയോജിതമായിട്ട് ഒന്നിച്ച് ഒരു സമൂഹമായിട്ട് ജോലി ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, അതിൻ്റെ പാർപ്പിടം തയ്യാറാക്കുമ്പോൾ അതിന് പ്രകൃതി ഒരു അനുഗ്രഹം എന്നോണം അതിന് ചില അധിക ശക്തികൾ നൽകുന്നു എന്നാണ് അത് പഠിപ്പിക്കുന്നത്. അവിടെ ചിതലിനൊരു നേതാവുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം ക്ഷുദ്രജീവികളിൽ പോലുമുള്ള ഈ അധികമായിട്ടുള്ള
ഈ ബലത്തെ മനുഷ്യനെന്ന് പറയുന്ന പരിണാമ ശ്രേണിയിലെ ഇങ്ങേയറ്റത്തുള്ള ഒരു ജന്തുവിന് എത്ര അപരിമേയമായ അളവിൽ പ്രയോഗിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം. അതിനെയാണ് നമ്മൾ നിഗ്രഹാത്മകമായിട്ട് നിഗ്രോത്സുകമായിട്ടും മറ്റും ചെലവഴിച്ചിട്ട് ജാതിയെന്നും മതമെന്നും ഭാഷയെന്നും ദേശമെന്നും വർണ്ണമെന്നും എല്ലാം തരംതിരിവ് ആക്കിയിട്ട് രാജ്യമെന്നും എല്ലാം തരംതിരിച്ച് വച്ചിട്ട് അതിനെ നെഗറ്റീവായിട്ട് പ്രയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിലെല്ലായ്പ്പോഴും വേണം. അപ്പോൾ നമ്മുടെ ദേശത്തിന് മാത്രമല്ല, നമ്മുടെ സമുദായത്തിന് മാത്രമല്ല, നമ്മുടെ ഭാഷയ്ക്കോ നമ്മുടെ ഗോത്രത്തിനോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന് മുഴുവനും അന്തസ്സുള്ള മനുഷ്യനെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ തോന്നുന്ന ഒന്നാക്കി നിങ്ങളുടെ സംഘടനയെ മാറ്റാൻ സാധിക്കണം എന്നുള്ള ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 25 മിനിറ്റ് തന്നെ ഞാൻ കുറച്ച് ദീർഘിപ്പിച്ചു പോയി. അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു സാഹിത്യകാരൻ, എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ഒരാൾ ഇതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്നതിൻ്റെ സന്തോഷം സ്വയം അനുഭവിച്ചുകൊണ്ട്, രാഷ്ട്രീയക്കാർ നിങ്ങളുടെ വേദികളിൽ ഞങ്ങൾ പാവപ്പെട്ട എഴുത്തുകാരെയും കൊണ്ടുവന്ന് ഇരുത്തുന്നല്ലോ എന്നുള്ള കൃതാർത്ഥത ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട്, സർഗാത്മകതയുടെ ഒരു എലമെൻ്റ്, ക്രിയേറ്റിവിറ്റിയുടെ എൻ്റെ പ്രിയപ്പെട്ട ചില യുവ നേതാക്കന്മാർ വേദിയിൽ തന്നെയുണ്ട്. എനിക്ക് പലരുടെയും നേരിട്ട് വളരെ കാലമായിട്ട് അറിയാവുന്നവരുണ്ട്. നിങ്ങൾ കൊണ്ടല്ല, നിങ്ങൾ പറയുന്ന ഒരു വെളിച്ചം ഒരാളുടെ ഉള്ളിൽ കയറുമ്പോൾ അയാൾ നിങ്ങളെ എന്നും ഓർത്തു വയ്ക്കും. ആ വെളിച്ചം എനിക്ക് തന്ന അദ്ദേഹമാണ്. അപ്പോൾ മുനീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറ്റി ഓർത്തു പറയുന്നത് തൻ്റെ പിതാവായതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ എക്കാലത്തേക്കുമുള്ള ചില വെളിച്ചങ്ങൾ തന്നുപോയൊരു വ്യക്തിയായതുകൊണ്ട് കൂടിയാണ്. അതായത് വെറുതെ അത് എൻ്റെ അച്ഛനെ പറ്റി കേമത്വം പറയുന്നതല്ല, നമുക്കത് കേട്ടാൽ അത് അങ്ങനെയാണ് നമ്മളത് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ. ആ വെളിച്ചം നിങ്ങൾ ഈ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങളുടെ ആത്മാവിൽ കൊളുത്തി വയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.